ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. പലപ്പോഴും പല ആളുകളിൽ വ്യത്യസ്തമായ ചിന്തകളാണ് കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച്, അല്ലെ? കർത്താവ് ഇനി വരുമോ? കാരണം ഇത്രയും വർഷങ്ങൾ കടന്നുപോയി എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. കാരണം കർത്താവ് ഇനി വരുമോ? പല ആളുകൾക്കും സംശയം നിറയുന്ന ഒരു കാര്യമാണ്. പിന്നീട് എല്ലാവരും ലോക സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കും, കർത്താവ് വരുമോ? കാരണം ലോകത്തിന്റെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലോകത്തിന്റെ പ്രശ്നങ്ങൾ, പ്രതികൂല അവസ്ഥകൾ, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യാനികൾക്ക് നേരിടുന്ന പീഡകൾ, ഇവയൊക്കെ കാണുമ്പോൾ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ചിലർ പറയുന്നു വരില്ല എന്ന് വരെ പറയുന്ന ആൾക്കാര് ഇന്ന് നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ കർത്താവ് വാഗ്ദത്തം ചെയ്തു, ഞാൻ വരും, അല്ലെ? അപ്പോ അതിന് ആസ്പദമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. അതായത് സുവിശേഷം 24 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ധരിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും തന്റെ വരവിൻ ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ആഗ്രഹം, കർത്താവായ യേശു ക്രിസ്തു വരുന്ന നാളിൽ ഇനി വരികയും ലോകം അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കാലം, അല്ലെ? അപ്പോ ആ ഒരു കാലത്തെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു തരണമെന്ന് കർത്താവിനോട് അവർ അപേക്ഷിക്കുകയാണ്. കാരണം അവര് പല കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ ഉപമകളായിട്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലിരുന്നപ്പോൾ എല്ലാം ഉപമകളായിട്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തത്. കാരണം എന്നിട്ടും ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ചെറുതായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നുള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് വരാഞ്ഞത് കൊണ്ട് അവർക്ക് നീതിയെക്കുറിച്ചും ഒന്നും എന്താണ് പറയാ, ഉപമകൾ വ്യാഖ്യാനിക്കുവാനുള്ള ആ ഒരു കഴിവ് അവർക്ക്, ദൈവത്തിന്റെ ആത്മാവ് വരാതെ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇവർ കർത്താവിന്റെ കൂടെ നടക്കുന്നുവെങ്കിലും ഇവർക്ക് പൂർണ്ണമായി ഒന്നും അറിയില്ല. അവർ എന്നാലും കർത്താവിനെ വിശ്വസിച്ചിരുന്നു, കർത്താവിനെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് അവർ കർത്താവിനോട് കൂടെ നടന്നു. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അവർ കർത്താവിന്റെ കൂടെ നടന്ന് പഠിക്കുകയായിരുന്നു, അല്ലെ? അപ്പൊ കർത്താവിന്റെ കൂടെ നിന്ന് നല്ല കുട്ടികളായി, നല്ല പഠിതാക്കളായി അവർ പഠിച്ച് നല്ല അപ്പോസ്തലന്മാരായി കർത്താവിന് വേണ്ടി വേല ചെയ്ത് ഇന്ന് കർത്താവിന് വേണ്ടി വിശ്രമിക്കുന്ന നല്ല അപ്പോസ്തലന്മാരെന്ന പേര് ലോകമെങ്ങും അവരെ കുറിച്ച് അറിയുന്നു, അല്ലെ? അവരെ കുറിച്ച് ഇന്നും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. പത്രോസ്, യോഹന്നാൻ ഒക്കെയുള്ള അപ്പോസ്തലന്മാരെ എല്ലാവർക്കും അറിയാം. ദൈവത്തിന് വേണ്ടി എന്നും നിസ്തുല്യമായി പ്രവർത്തിച്ച അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് ഉണ്ടായിരുന്നു, യോഹന്നാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ശിഷ്യന്മാരെല്ലാം തന്നെ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ മരിക്കുകയും ചെയ്തു എന്ന ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവരാണ് ചോദിക്കുന്ന സംശയം എന്താണ്? ഒലിവുമലയിൽ ഇരിക്കുമ്പോ ചോദിക്കുകയാണ്, അത് എപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോക അവസാനത്തിനും? അപ്പോ 24-ാമത്തെ 2-ലാണ് 24-ന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം അടുത്ത അവർക്ക് പെട്ടെന്ന് മനസ്സിലായി, കർത്താവ് ഈ പറയുന്നതെല്ലാം ലോകാവസാനത്തെ കുറിച്ചാണ്, അല്ലെ? അതുകൊണ്ടായിരിക്കണം അടുത്ത സ്റ്റെപ്പിൽ അവർ ചോദിച്ചു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. വന്നിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും എന്ന് നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അപ്പൊ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്, അല്ലെ? അപ്പോ
ശിഷ്യന്മാര് 3 ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നു അല്ലെ. യേശു കർത്താവിന്റെ മറുപടി നമ്മള് ലൂക്കോസിന്റെ 2:17 നമ്മൾ വായിക്കുന്നു. അപ്പോ 2:17 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയാണ്, ഈ കുഞ്ഞിനെ കുറിച്ച് മാലാഖമാർ തങ്ങളോട് പറഞ്ഞ വാക്ക് മറ്റുള്ളവരെ എല്ലാം അറിയിച്ചു. ഇടയന്മാർ പറഞ്ഞത് കേട്ടവർ എല്ലാം ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്ത ഒക്കെയും വിലയുള്ളതെന്ന് കരുതി ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന നാളിൽ അവൻ ആരാണ് അല്ലെ? അവൻ അഖിലാണ്ടം നിർമ്മിച്ചവനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന ആ കാര്യം അവിടെ ഗബ്രിയേൽ മലാഹ മുഖാന്തരം അറിയിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചല്ലേ. അപ്പോൾ ലോകാവസാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മർക്കോസിന്റെ സുവിശേഷം 13:4 വരുമ്പോൾ, മർക്കോസ് 13:4, മർക്കോസിന്റെ സുവിശേഷം 13:4 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാമത്തെ വാക്യത്തിലേക്ക് അത് എപ്പോൾ സംഭവിക്കും, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നതിനുള്ള ലക്ഷണം എന്തോ എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. അപ്പോ അവിടെയും നമ്മൾ കാണുന്നു, അത് മർക്കോസിന്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്ന അന്ത്യകാല അടയാളങ്ങൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ലൂക്കോസിന്റെ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 8 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഓരോ സുവിശേഷകരും ഓരോ കർത്താവിന്റെ സുവിശേഷകരും അവര് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോന്നായി എഴുതിയിരിക്കുകയാണ്. അപ്പോ ദൈവാത്മാവരെ കൊണ്ട് പറയിപ്പിച്ചതോ അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പലരും എഴുതിയിരിക്കുന്നത്. മത്തായി കർത്താവിന്റെ ശിഷ്യനാണ്, ലൂക്കോസ് ഒരു വൈദ്യനാണ് എന്നുള്ളതാണ് ലൂക്കോസിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മർക്കോസിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് അവനോട് ഉണ്ടായിരുന്ന ചെറിയ ബാലനായിരുന്നു എന്ന് മർക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ അവന്റെ ദേഹത്ത് തണുപ്പിന് വേണ്ടി മാറി തണിഞ്ഞിരുന്ന ഡ്രസ്സ് ഊരിക്കളഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരു രംഗം ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് മർക്കോസ്. അപ്പോ നമ്മൾ ഇനി മനസ്സിലാക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ലോക അവസാനത്തിന് അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുറച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരിൽ പലരും വരാം, ആ നാമത്തിൽ പലരും വരാം എന്നുള്ള കാര്യമായിരിക്കാം കർത്താവോട് ഉദ്ദേശിക്കുന്നത്. കാരണം ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കുകയും. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അത് തന്നെ ഒരു വലിയ വാണിംഗ് ആണ് കർത്താവായ യേശു ക്രിസ്തു നൽകുന്നത് അല്ലേ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്നു പലരെയും തെറ്റിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും അല്ലെ. അവിടെ എല്ലാം ഭയങ്കരമായ യുദ്ധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇസ്രായേലിലൊക്കെ ഭയങ്കരമായ യുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അതാണ് യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എല്ലാം യുദ്ധത്തിന്റെ ശ്രുതികൾ ഉണ്ടാകുന്നുണ്ട്, യുദ്ധങ്ങളൊക്കെ നിങ്ങൾ കേൾക്കും. അപ്പോൾ എഴുതിയിരിക്കുകയാണ്, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. ആ യുദ്ധം എല്ലാം സംഭവിക്കേണ്ടതാണ്. അപ്പൊ യുദ്ധം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ടും നടന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, സംഭവിക്കുന്നു തന്നെ. എന്നാൽ അത് അവസാനമല്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, എന്നാൽ അത് അവസാനമല്ല. യുദ്ധങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷെ അത് അവസാനമല്ല.
7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചില കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, അല്ലെ? ക്ഷാമമൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്, എല്ലാം നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ 24:5 നമ്മൾ വരുമ്പം അവിടെ കർത്താവ് പറഞ്ഞ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പോരെടുത്ത് വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ AD 70 യെരുശലേം ദേവാലയം നശിക്കപ്പെടുന്നതിന് മുമ്പ് കാലത്തും ഇത് സത്യമാണ്. പ്രത്യേകിച്ചും കർത്താവിന്റെ 2ാം വരവിന് മുമ്പ് ഇത് യാഥാർത്ഥ്യമായി തീരും എന്നുള്ളതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ക്രിസ്തു അഥവാ മശിഹ, അല്ലെ? കർത്താവ് യേശു ക്രിസ്തു എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് ക്രിസ്തു. അപ്പൊ ആ വെളിപ്പാടായ ക്രിസ്തു വരും, മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ജഡത്തിൽ വെളിപ്പെടും എന്നുള്ള കാര്യമാണ് നമ്മൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ചതും പുതിയ നിയമത്തിലെ പ്രവാചകന്മാർ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്നതും അവന്റെ 2ാം വരവിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതും അത് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ എഴുതുക, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ, അല്ലെ? ഈറ്റുനോമ്പിന്റെ ആരംഭം. എന്താണ് ഈറ്റുനോമ്പ്? അതായത് ഈ ശൈലി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിലവിലുള്ള യുഗത്തിലെ പല വേദനകൾക്കും ദുഃഖങ്ങൾക്കും ഒടുവിൽ വരാനിരിക്കുന്ന പുതിയ യുഗം പിറക്കുമെന്നാണ് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8:22 നമ്മൾ വായിക്കുന്നു. റോമർ 8:22 നമ്മൾ വായിക്കുകയാണ്. 22-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 22-ാമത്തെ വാക്യത്തിൽ, സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരങ്ങി പ്രസവ വേദനയോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ, അല്ലെ? അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും യുഗാന്ത്യത്തിൽ വരുവാനിരിക്കുന്ന വേദനകളുടെ തുടക്കം കുറിക്കുന്ന ഈറ്റ് നോമ്പിന്റെ ആരംഭം മാത്രമായിരിക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ക്രിസ്ത്യാനിയായി നിൽക്കുന്ന ദൈവജനത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ചല്ല. മതങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ്. അവരെന്ത് ചെയ്യും? ഉപദ്രവത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവരുമായി ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളെ, അവന്റെ അനുയായിയായിരിക്കുന്ന ക്രിസ്തു ജനതയെ, അല്ലെങ്കിൽ കർത്താവിന്റെ ജനതയെ എന്ത് ചെയ്യും? ഉപദ്രവിക്കുകയും കൊല്ലുകയും അവന്റെ നാമനിമിത്തം ജാതികളും പകയ്ക്കാൻ തുടങ്ങും. അപ്പൊ ഇപ്പോഴും പകയ്ക്കുന്നുണ്ട്, എങ്കിലും പകച്ചുകൊണ്ടേയിരിക്കും. അതാണ് ലോക അവസാനത്തില് നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ കർത്താവിന്റെ വരവില് വരുന്നതിന് മുമ്പ് നടക്കുവാനുള്ള കാര്യങ്ങളുടെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, അല്ലേ? നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവന്റെ സഭയിൽ അംഗമായിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ ചേർത്തിരിക്കുന്ന ദൈവമക്കൾ, അവന്റെ മക്കളായിരിക്കുന്ന, അല്ലെ, കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ, അവരെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ നാമം നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ജീവിതത്തിൽ വളരെ സ്വസ്ഥമായ ഒരു കാലം ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം യേശു ശിഷ്യന്മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എടുക്കുന്നവർക്കെല്ലാം കഷ്ടവും പ്രയാസവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? പ്രവൃത്തികളുടെ പുസ്തകം 14:22 നമ്മൾ വായിക്കുന്നു,
പ്രവൃത്തികൾ 14 അപ്പോസ്തല പ്രവൃത്തികൾ 14:22 നമ്മൾ വായിക്കുകയാണ്, ശിഷ്യന്മാരുടെ മനസ്സുറപ്പിക്കുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും എന്ന് നാം അനേകം കഷ്ടങ്ങളിലൂടെ കൂടി ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ചു പോന്നു. അപ്പം അന്ന് തന്നെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അങ്ങനെ തന്നെയാണ് പ്രസംഗിച്ചത്. എന്താണ്? ശിഷ്യന്മാരുടെ മനസ്സുറപ്പിക്കണം. അപ്പം മനസ്സ്, കാരണം ഇത്തരം കഷ്ടവും പ്രയാസവും ഒക്കെ വരുമ്പോൾ മനസ്സ് തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, വേദനപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സുറപ്പിക്കുന്ന സുവിശേഷം അവർ അറിയിച്ചു. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ കൂടി ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാണെന്ന് പ്രബോധിപ്പിച്ചു. അല്ലെ? ഇന്നത്തെ കള്ളപ്രവാചകന്മാരൊക്കെ പ്രവചിക്കുന്നത് എങ്ങനെയാണ്? വളരെ സുഖസമൃദ്ധിയോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ്. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിലില്ല. ദൈവവചനത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ സമ്പത്തൊക്കെ അനുഭവിച്ച് അബ്രഹാമിനെ പോലെ സമ്പന്നനായി, വളരെ വലിയ സമ്പന്നനായി നിങ്ങൾ മരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പോകുന്നവരൊന്നും രക്ഷപ്പെടുകയില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അനേകം കഷ്ടങ്ങളിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ കിടക്കാനേ പറ്റത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സുഖസമൃദ്ധിയൊക്കെ അനുഭവിച്ചിട്ട് പോവുക എന്ന് പറയുന്നാലേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അല്ലെ? 1 തെസ്സലോനിക്കർ 3:3 നമ്മൾ വായിക്കുമ്പോ, 1 തെസ്സലോനിക്കർ 3:3 നമ്മൾ വായിക്കുന്നു, കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പോ അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ് 3-ാം വാക്യത്തിൽ, കഷ്ടം അനുഭവിക്കാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അല്ലേ? അത് 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ. അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്ന ദൈവമക്കൾക്ക് കഷ്ടമുണ്ടാകും, പ്രയാസമുണ്ടാകും. അല്ലെ? കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതിന് കഷ്ടമാണ്, അല്ലാതെ സമൃദ്ധിയല്ല വരുന്നത്. ഇത് പ്രവാചകന്മാർ പഠിപ്പിക്കുകയാണ്, സമൃദ്ധിയാണ്, ഫുൾ സമൃദ്ധിയാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര സമൃദ്ധിയാണ്. കാരണം അവര് ആ സ്റ്റേജിൽ നിന്ന് മാത്രമേ പ്രവചിക്കത്തുള്ളൂ. അവർക്ക് വേറൊരു സമയത്ത് വേറെ വഴി വെച്ച് കണ്ടാൽ പ്രവചിക്കാനായിട്ട് അവർക്ക് അറിയത്തില്ല. അവർ സ്റ്റേജിൽ നിന്ന് മാത്രമേ അവർ പ്രവചിക്കത്തുള്ളൂ. ഇന്നയാളുടെ വീട്ടിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, അവിടെ ഞങ്ങൾ പോകും, ആത്മാവിൽ പോകും. പക്ഷേ ഒരാളും എന്ത് ചെയ്യത്തില്ല, വഴിയിൽ കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങളെ കണ്ട ഉടനെ പ്രവചിക്കാനായിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവചിക്കാൻ അറിയത്തില്ല. അവർക്ക് ആ സ്റ്റേജ് വേണം, ആ ആളെ കൂട്ടണം, എന്നാൽ മാത്രമേ അവർ പ്രവചിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ എണ്ണവും ഇന്ന് ഏറി വരുന്നു എന്നുള്ളതാണ്. അല്ലേ? അങ്ങനെയൊന്നും അപ്പോസ്തലനായ പൗലോസോ അവരാരും പറഞ്ഞില്ല. അവരൊക്കെ പ്രവാചകന്മാരാണ്. അപ്പോസ്തലന്മാർ പ്രവചിക്കുമായിരുന്നു, അപ്പോസ്തലന്മാർ അത്ഭുതങ്ങൾ കാണിക്കുമായിരുന്നു, അടയാളങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല? ഒരു സ്റ്റേജൊക്കെ ഇട്ട് 10 പേര് 15 പേരെ കൂട്ടി, ഇതാ ഞങ്ങൾ ഇവിടെ അത്ഭുതം ചെയ്യാൻ പോകാം, കർത്താവ് വന്നിട്ടുണ്ട്, അത്ഭുതം ചെയ്യുകയാണ് എന്നവർ പറഞ്ഞില്ല. അവരെന്നാ പറഞ്ഞത്? കഷ്ടം അനുഭവിക്കാൻ നാം എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? നിയമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം അവരോട് പറയാം, നിങ്ങൾ അറിയുന്നില്ലയോ? കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് തന്നെ. 1 പത്രോസ് 4:12 നമ്മൾ വായിക്കുന്നു. 1 പത്രോസ് 4:12 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസ് 4:12, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്നുള്ളതിനാൽ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എത്രത്തോളം പങ്കുള്ളവരാകുമോ അത്രത്തോളം സന്തോഷിച്ചു കൊള്ളുവേൻ. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിന്റെ കഷ്ടങ്ങളിൽ, അതായത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എത്രത്തോളം പങ്കുള്ളവരാകുമോ അത്രത്തോളം സന്തോഷിച്ചു കൊള്ളുവാനാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലെ? വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാനിട വരും. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്നെ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായി ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കർത്താവായ യേശു ക്രിസ്തു, അല്ലെ, മഹത്വത്തിന്റെ ആത്മാവായി ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പൊ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്?
ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എത്രത്തോളം പങ്കുള്ളവരാകുമോ അത്രത്തോളം സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും. അല്ലെ, അത്രത്തോളം സന്തോഷിച്ചുകൊള്ളു എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എത്രത്തോളം പങ്കുള്ളവരാകാൻ കഴിയുന്നുവോ അത്രത്തോളം സന്തോഷമുള്ളു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതുമ്പോഴാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുന്നത്. കഷ്ടം വന്നാലും പ്രയാസം വന്നാലും കർത്താവിന് വേണ്ടിയാണ് എന്നുകൊണ്ട് സന്തോഷിക്കുവാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്താണ് ഭാഗ്യവാന്മാരെന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുന്നവരെയോ താൻ ഉപദേശിച്ചതുപോലെ ഉപദേശിക്കുന്നവരെ ക്രിസ്തുവിനെ ക്രൂശിച്ച ഈ ലോകം നമ്മളെ എന്ത് ചെയ്യത്തില്ല, സ്നേഹിക്കത്തില്ല. അല്ലെ, ക്രിസ്തുവിന് ക്രൂശ് നൽകിയ ഈ ലോകം നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല. കാരണം ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ദൈവമക്കൾ, കർത്താവിനോട് ചേർന്ന ദൈവമക്കൾ, അവരെന്താണ്, ഈ ലോകത്തിന് ഇഷ്ടമല്ല. അവർക്ക് ഈ ലോകത്തിലെ ആളുകൾക്ക് അവര് ഇഷ്ടമല്ല. അവരെന്ത് ചെയ്യും, എപ്പോഴും പുച്ഛിച്ചുകൊണ്ടിരിക്കും, നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അന്നവർ നിങ്ങളെ ഉപദ്രവിക്കുകയും ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം ജാതികളും നിങ്ങളെ പകയ്ക്കും. 10ാമത്തെ വാക്യത്തിലേക്ക് പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, പലരും എന്ത് ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അപ്പൊ എന്താണ്, മനുഷ്യർ എങ്ങനെയുള്ളവരാണെന്ന് വെളിപ്പെടുവാൻ കഷ്ടതയേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു അവസ്ഥയില്ല. വിശ്വാസമുള്ളവരെ അത് ബലപ്പെടുത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വിശ്വാസമുണ്ടെന്ന് നടിക്കുന്നവരാരും എന്താണ്, വാസ്തവത്തിൽ കഷ്ടത വെളിപ്പെടുത്തുകയും അവർ എന്തെങ്കിലും ദൈവത്തിനെ വാസ്തവമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കഷ്ടത നേരിട്ടാലും യഥാർത്ഥ ദൈവമക്കളെ വെറുക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ പകയ്ക്കുന്നുണ്ടെങ്കിൽ, ലോകം നമ്മളെ പകയ്ക്കുന്നുണ്ടെങ്കിൽ, ലോകം നമ്മളെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് കാര്യം നമ്മൾ നിശ്ചയിച്ചോണം, നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടവരായതുകൊണ്ടാണ് നമുക്കത് അനുഭവം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ നിയമിക്കപ്പെട്ടവരാണ്, കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടവർ എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വാക്യത്തിൽ. അല്ലേ, കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടവരല്ലയോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. അല്ലെ, അടുത്ത വാക്യത്തിൽ പറയാണ്, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അല്ലെ, ഇപ്പൊ തെറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമൃദ്ധിയുടെ സുവിശേഷമാണെന്നും പറഞ്ഞുകൊണ്ട് പലരെയും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൃദ്ധിയുടെ സുവിശേഷം, അല്ലെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത സമൃദ്ധിയുടെ സുവിശേഷം, അല്ലെ, സമൃദ്ധിയുടെ സുവിശേഷത്തിൽ പോയി ചിലര് ഇല്ലാതായി. കാരണം സമൃദ്ധിയൊന്നും ഉണ്ടാകുന്നില്ല, ഇവരുള്ളത് കൊണ്ടുപോകുന്നതല്ലാതെ അവർക്ക് യാതൊരു സമൃദ്ധിയും ഉണ്ടാകുന്നില്ല. അവസാനം അവർ കടക്കണിയിലേക്ക് പോകുന്നു, പിന്നെ അവര് തിരിച്ച് അവര് പഴയ റൂട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അല്ലാതെ യാതൊരു സമൃദ്ധി സുവിശേഷം കൊണ്ട് യാതൊരു പ്രയോജനവും ഒരു മനുഷ്യനും ഉണ്ടാകുന്നില്ല. ഒരു സമൃദ്ധിയുടെ സുവിശേഷം കൊണ്ട് ഒരുത്തനും സ്വർഗത്തിലും പോകത്തുമില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അല്ലേ, അതുകൊണ്ടാണ് ഈ കള്ളപ്രവാചകന്മാർ വന്ന് തെറ്റിക്കും സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ട സുവിശേഷം എന്ത് ചെയ്യും, സമൃദ്ധിയിലേക്ക് വഴിതെറ്റിവിടുന്ന കള്ളപ്രവാചകന്മാർ, സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന കള്ളപ്രവാചകന്മാർ ഇന്ന് ലോകത്ത് ഏറി വരുന്നത് എന്താണ്, തെറ്റിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവണതയായി എന്ന് നമ്മുടെ ഇടയിൽ കാണുന്നു എന്നുള്ളതാണ്. പ്രവർത്തികൾ 20:30 നമ്മൾ വായിക്കുമ്പോൾ, പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. 30-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാലത്ത് നമ്മളോടൊപ്പം പ്രവർത്തിച്ച സുവിശേഷകർ പിന്നീട് സമൃദ്ധിയുടെ സുവിശേഷത്തിലേക്ക് വഴുതി വീണു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നിന്നും മാറി മറ്റൊരു സമൃദ്ധിയുടെ സുവിശേഷം എന്ന വേറൊരു സുവിശേഷത്തിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. നമ്മുടെ സഹോദരങ്ങളാകാം, നമ്മുടെ സഹസുവിശേഷകരാകാം, ഇതായിട്ടുള്ളവരാകാം. അതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്.
30-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. നമ്മുടെ ഇടയിൽ തന്നെയാണ് എഴുന്നേൽക്കുന്നതെന്നാണ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. വളരെ വ്യക്തമായി അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിനപ്പുറമായി വിവാഹിതകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരിൽ നിന്ന് അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ഈ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ തന്നെ വയറിനെ അത്രയാണ് സേവിക്കുന്നത്. അല്ലേ? അനേകം സുവിശേഷകർ ഇന്ന് രോഗസൗഖ്യങ്ങൾ നടത്തി, അല്ലെങ്കിൽ രോഗസൗഖ്യങ്ങൾ നടത്തി സമൃദ്ധി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിൽ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കെല്ലാം അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്, ദിനം തോറും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പോ അവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ആ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 17 സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിനപ്പുറമായി, അതെ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ട സുവിശേഷത്തിന് പകരം സമൃദ്ധി എന്നൊരു സുവിശേഷം പഠിപ്പിക്കുന്നവരെ സൂക്ഷിക്കുക. അല്ലേ? കർത്താവിന്റെ രാജ്യത്തേക്ക് പോകുവാനായിട്ട് കഷ്ടം അനുഭവിക്കണമെന്ന് പറയാതെ അവരെന്ത് പറയുക? സമൃദ്ധിയിലേക്ക് പോവുക എന്ന് പഠിപ്പിക്കുക. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ച ഉപദേശത്തിനപ്പുറമായി വിവാഹിതകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണം. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന അവരിൽ നിന്ന് അകന്നു മാറുവാൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുന്നത്. അടുത്ത വാക്യത്തിൽ അവരെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അവർ നിഷ്കളങ്കരായവരുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. അപ്പൊ നിഷ്കളങ്കരാണ് അവരുടെ ഇടയിൽ വരുന്നത്, അല്ലേ? കാരണം കഴിഞ്ഞ ദിവസം പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ആയാം അപ്പോസ്തോലിക് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പറയുകയാണ്, ഇവിടെ കിട്ടേണ്ടതല്ല ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സഭയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്. കാരണം എനിക്കിത് പറയാനുള്ള അധികാരമുണ്ട്, ഐ ആം ആൻ അപ്പോസ്തോലിക് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കാരണം അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നിഷ്കളങ്കരായ ഹൃദയങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പല സമൂഹങ്ങളും മാധ്യമങ്ങളും കണ്ടു, അവിടെ വരുന്ന ആളുകൾക്കൊന്നും അറിയത്തില്ല, അവർ വന്നു പോയി നിൽക്കുന്ന ആൾക്കാരാണ്. കുറച്ചു പേരെ വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നു പോയി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ചക്രവാക്കുണ്ട്, മുഖസ്തുതിയുണ്ട്, നിഷ്കളങ്കരായ ഹൃദയങ്ങൾ എന്ത് ചെയ്യുന്നു? വഞ്ചിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. ഇതെല്ലാം ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ സംഭവിക്കുവാനുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തെന്നാൽ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല, സാത്താനും താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. 15-ാമത്തെ വാക്യത്തിൽ, ആകയാൽ സാത്താന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെന്നാൽ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അല്ലേ? വയറാന്ന് ഞാൻ പറഞ്ഞു, വയറ് നിറയ്ക്കാൻ വേണ്ടിയാണ് അവർ ശുശ്രൂഷ നടത്തുന്ന പറയുന്നു. നമ്മുടെ ഇടയിൽ തന്നെ വിപരീത ഉപദേശം ഇറങ്ങി വരും എന്ന് പറഞ്ഞു. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നമ്മുടെ ഇടയിൽ തന്നെ എഴുന്നേറ്റ് വരും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെന്താണ്? കള്ള അപ്പോസ്തലന്മാരാണ്, കപടവേലക്കാരാണ്, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അതുകൊണ്ടാണ് സ്വയം അപ്പോസ്തലനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രഖ്യാപിക്കുന്നവരെയൊക്കെ സൂക്ഷിക്കണം, ധരിക്കുന്നവരാണ്. അതെ, എന്നാലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ അപ്പോസ്തലന്മാർ അത്ര ചെറിയവനല്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് എന്താണ് കഷ്ടം സഹിച്ചതുപോലെ ആരും സഹിച്ചിട്ടില്ല. പുള്ളി കഷ്ടം സഹിക്കാൻ തയ്യാറായിരുന്നു. ഇന്നത്തെ അപ്പോസ്തലൻ കഷ്ടം സഹിക്കാൻ തയ്യാറാണോ? അല്ല. സമൃദ്ധിയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് എന്താണ്? കഷ്ടം അവർക്ക് താല്പര്യമില്ല, കഷ്ടത്തോട് അവർക്ക് താല്പര്യമില്ല. അത് അവരുടെ. പക്ഷെ ഇവിടെ നമ്മൾ മുമ്പേ വായിച്ചത് എന്താണ്? കഷ്ടം അനുഭവിക്കാൻ നിങ്ങളെ ദൈവം നിയമിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വ്യത്യാസമുണ്ട് ഇന്നത്തെ കള്ളപ്രവാചകന്മാരും തമ്മിൽ? എത്ര വ്യത്യാസം, അല്ലെ? സമൃദ്ധിയുടെ സുവിശേഷകരും തമ്മിൽ എന്ത് വ്യത്യാസം! 1 തിമോത്തിയോസ് 4:1 നമ്മൾ വായിക്കുന്നു.
4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളിലും ഭൂതങ്ങളുടെ ഉപദേശങ്ങളിലും ശ്രദ്ധ ചെലുത്തി പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പൊ എന്താണ് ഭാവി കാലത്ത് എന്ത് ചെയ്യും? ഇവരെന്താണ് ചില വ്യാജാത്മാക്കളും ഭൂതങ്ങളുടെ ഉപദേശങ്ങളും ശ്രദ്ധ ചെലുത്തി പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പൊ എന്താണ്? ഇത്രയും നാളും നമ്മുടെ ഇടയിൽ നല്ല സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം വേറെ ടൈപ്പ് സുവിശേഷത്തിലേക്കൊക്കെ വലിഞ്ഞു മാറിയിരിക്കുന്നു. അപ്പൊ അതിന്റെ പ്രവർത്തനം എന്തിന്റെയാണ്? വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ ശ്രദ്ധ ചെലുത്തി പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. അങ്ങനെ ഒത്തിരി പേര് ത്യജിച്ചവരുണ്ടല്ലേ, ഒരുപാട് ആൾക്കാർ ത്യജിച്ചു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഒന്നും ഇപ്പൊ അവർക്ക് വേണ്ട, അവർ വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് വേണ്ട. അപ്പൊ അങ്ങനെ ഉള്ള സംഭവങ്ങൾ അന്ത്യകാലത്ത് നടക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, വിവാഹം വിലക്കുകയും വിശ്വസിക്കുകയും സത്യം തിരിച്ചറിയുകയും ചെയ്തവർ സ്വത്വത്തോടെ അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച ഭക്ഷ്യവസ്തുക്കളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോ വിവാഹം വിലക്കി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരും വിവാഹം എന്താണ്, വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെ? നമ്മൾ കാണുവാണെങ്കിൽ TPM CPM അങ്ങനെയുള്ള സഭകളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ കാണാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് നേരത്തെ ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ 2 പത്രോസ് 2:1 നമ്മൾ വായിക്കുമ്പോൾ 2 പത്രോസ് 2:1 നമ്മൾ വായിക്കുന്നു. 2 പത്രോസ് 2:1. എന്നാൽ കള്ളപ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ വരും. അവർ രഹസ്യമായി നാശകരമായ ദുരുപദേശങ്ങളെ കൊണ്ടുവരികയും തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുകയും ചെയ്യും. അതെ, 2:1 പറയുകയാണ് കള്ളപ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അല്ലെ? കള്ളപ്രവാചകന്മാർ അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് കയറി മോശ കൽപ്പിച്ച ആചാരം കൂടി അനുഷ്ഠിക്കണമെന്ന് അവരോട് പറഞ്ഞ് അവരെ തെറ്റിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോ പല തെറ്റിരികളാണ്. ഇപ്പം രക്ഷിക്കപ്പെട്ടാൽ മതി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമൊന്നും വേണ്ട, അത് വേണ്ടാന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണുകയാണെങ്കിൽ അറിയാം, അത് അങ്ങനെ ഒരു സ്നാനമേ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠിപ്പിക്കുക. അതിന്റെ ആവശ്യമില്ല, അത് ജാതികൾക്കോ വിജാതികൾക്കോ ഒക്കെ ഉണ്ടായിരുന്ന സ്നാനമാണ്. അത് വേണ്ട, വെള്ളത്തിലുള്ള സ്നാനം, മുഴുകൽ സ്നാനം വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് ഇന്ന് നിലകൊള്ളുന്നുണ്ട്, അല്ലെ? അപ്പൊ കള്ളപ്രവാചി ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ മോശ പഠിപ്പിച്ച ആചാരങ്ങൾ വേണമെന്ന് പറയുന്നു, അല്ലെ? പരിച്ഛേദന മുതലുള്ള ആചാരങ്ങളും അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തെറ്റിച്ചു. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ സ്നാനം വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും നമ്മുടെ ഇടയിൽ വന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. 1 യോഹന്നാൻ 2:18 നമ്മൾ വായിക്കുമ്പോ 1 യോഹന്നാൻ 2:18 നമ്മൾ വായിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യകാലമാകുന്നു, എതിർക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ വന്നിരിക്കുകയാൽ അന്ത്യകാലമാകുന്നു എന്ന് നമുക്കറിയാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അന്ത്യകാലമാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പൊ അന്ത്യകാലം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം എതിർക്രിസ്തു വരും, അല്ലെ? ഏകലോക ഭരണവുമായി എതിർക്രിസ്തു വരും എന്നുള്ള കാര്യവും അവിടെ രേഖപ്പെടുത്തി. അപ്പൊ എതിർക്രിസ്തുവിന്റെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇതിങ്ങനെ പലതും പേരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യമാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 യോഹന്നാൻ 4:1 കൂടി വായിക്കാം. 1 യോഹന്നാൻ 4:1 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയ, പ്രിയമുള്ളവരെ, അനേകം കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. ഇത് നിങ്ങൾക്കുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം ഇതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? അനേകം കള്ളപ്രവാചകന്മാർ ലോകത്തേക്ക് പുറപ്പെട്ടിരിക്കാൻ, അല്ലേ?
കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യം പ്രസംഗിക്കാതെ സമൃദ്ധിയുടെ സുവിശേഷം പഠിപ്പിക്കുകയാണെന്ന് വളരെ തെറ്റായ പഠിപ്പീരിലൂടെ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയിലുള്ള ദൈവജനം. അപ്പോ അവർക്കുള്ള കർത്താവിന്റെ ഇന്നത്തെ ദൈവവചനം എന്താണ്? പ്രിയമുള്ളവരെ, അനേകം കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണോ നിങ്ങൾ തന്നെ ശോധന ചെയ്യണം എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവാത്മാവിൽ നമ്മളോട് ഓർപ്പിക്കുന്ന, ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോ ആ വചനത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ചെലുത്താം. ദൈവം ഈ വചനം കേട്ട എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.